ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതാകാൻ പോകുകയാണോ? കേൾക്കുമ്പോൾ അവിശ്വസനീയം, അസംഭവ്യം എന്നൊക്കെ തോന്നാവുന്ന ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ സൈനിക രാഷ്ട്രീയ വിഭാഗത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കടുത്ത രീതിയിൽ മുന്നോട്ടു പോയാൽ സമീപഭാവിയിൽ തന്നെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അത് ഇസ്രായേലിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്നാണ് റഷ്യൻ സൈനിക രാഷ്ട്രീയ ഡയറക്ടറേറ്റിലെ റഷ്യൻ സൈന്യത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫും കമാൻഡറുമായ ലഫ്റ്റനന്റ് ജനറൽ ആപ്തി അലൗദിനോവ് പറയുന്നത്. സൈനികപരമായി മികച്ച ട്രാക്ക് റെക്കോർഡും നല്ല അനുഭവ സമ്പത്തുമുള്ള ഒരാളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത്ര ലാഘവത്തോടെ ഈ ഒരു മുന്നറിയിപ്പിനെ കാണാനുമാകില്ല. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലം ദീർഘിച്ചു പോകുകയാണെങ്കിൽ അത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയേക്കും എന്നാണ് അലൗദിനോവിൻ്റെ മുന്നറിയിപ്പ്. ഇതിന് രാഷ്ട്രീയവും സൈനികവുമായ ചില കാരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനുമായുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ സംഘർഷത്തിൻ്റെ പാരമ്യത്തിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയാണ് അലൗദിനോവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ യുദ്ധം എക്കാലത്തേക്കും നീറിപ്പുകഞ്ഞു നിൽക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിടാനുള്ള തീരുമാനവും ഇസ്രായേലിൻ്റേതായിരുന്നു. സ്വതവേ ഒറ്റബുദ്ധിയും യുദ്ധതാൽപരനുമായ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇസ്രായേലിൻ്റെ കെണിയിൽ വീഴുകയും ചെയ്തു. ഇപ്പോൾ നാറ്റോ സേനയെയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നതും ഇസ്രായേലാണ്. പക്ഷേ ഈ യുദ്ധക്കൊതി തന്നെ ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിലേക്ക് എത്തിച്ചേരുമെന്നാണ് അലൗദിനോവിൻ്റെ പക്ഷം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇസ്രായേൽ ഇത്ര നിസ്സാര രാഷ്ട്രമാണോ എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇന്ന് ലോകത്തിൽ സൈനിക ശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ സൈനിക കരുത്ത് 250% വരെ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് നിദാനമായതാകട്ടെ അമേരിക്കയുടെ സൈനിക സഹായവും. അമേരിക്കയിൽ നിന്ന് വലിയ രീതിയിൽ ആയുധ ശേഖരവും സൈനിക ഷിപ്പുകളുമടക്കം ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. യുഎസിനെയും നാറ്റോ രാജ്യങ്ങളെയും ഇറാൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക എന്നത് ഇസ്രായേലിൻ്റെ തന്നെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ് അലൗദിനോവ് വാദിക്കുന്നത്. അമേരിക്കയെയും മുഴുവൻ നാറ്റോ ബ്ലോക്കിനെയും സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ച് ഇസ്രായേൽ ഏറ്റുമുട്ടൽ വിപുലീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അലൗദിനോവ് പറയുന്നു. അതോടൊപ്പം തന്നെ യുദ്ധമുഖത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ഫ്രാൻസും ഇസ്രായേലും ഗ്രീസും സൈപ്രസും ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചേർന്ന ഒരു പുതിയ ചതുര ബ്ലോക്ക് രൂപപ്പെടുന്നുമുണ്ട്. നാറ്റോയിൽ ഡയറക്റ്റ് വീറ്റോ പവറുള്ള തുർക്കിയുടെ ശക്തി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം തുർക്കിയുടെ വീറ്റോ പവർ നാറ്റോയിൽ പല തീരുമാനങ്ങൾക്കും തടസ്സമാകും എന്നാണ് കരുതപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇറാൻ യുദ്ധത്തിലേക്ക് നാറ്റോയെ ഇറക്കാനുള്ള ഇസ്രായേൽ ശ്രമത്തിന് നാറ്റോ ഏതെങ്കിലും രീതിയിൽ പച്ചക്കൊടി വീശുന്ന സാഹചര്യമുണ്ടായാൽ തുർക്കി എതിര് നിൽക്കുമോ എന്ന് പറയാനാകില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത തുലവും കുറവാണെങ്കിൽ പോലും ചിരവൈരികളല്ല ഇറാനും തുർക്കിയും എന്നത് അത്തരമൊരു വിദൂര ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൂടായികയില്ല. നൂറ്റാണ്ടുകളായി നിയന്ത്രിത വൈരാഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇറാനും തുർക്കിയും. പക്ഷേ അപ്പോഴും മികച്ച വ്യാപാര സാമ്പത്തിക പങ്കാളികളുമാണ്. ഈ ഘട്ടത്തിൽ നാറ്റോയിൽ തങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തുർക്കി ഇറാനുമായി കൈകോർക്കാൻ തീരുമാനിച്ചാൽ അവിടെയാണ് ഇസ്രായേലിൻ്റെ ഭീഷണി ആരംഭിക്കുന്നത്. അങ്ങനെയൊരു സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ അത് ഇസ്രായേലിന് ക്ഷീണമാകുമെന്നാണ് അലൗദിനോവ് പറയുന്നത്. അത്തരത്തിൽ തുർക്കി ഇറാനുമായി ചേരാൻ തീരുമാനിച്ചാൽ അത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ അന്ത്യമായി മാറുമെന്ന് അലൗദിനോവ് മുന്നറിയിപ്പ് നൽകുന്നു. 4 നൂറ്റാണ്ടിലധികം നീളുന്ന ചരിത്രപരമായ ബന്ധമുണ്ട് ഇറാനും തുർക്കിയും തമ്മിൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിടുന്ന 560 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി 1639 സുഹാബ് ഉടമ്പടി മുതൽ ഇങ്ങോട്ട് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും പലപ്പോഴും പശ്ചിമേഷ്യയിലെ പല സംഘർഷങ്ങളിലും
തുർക്കിയും ഇറാനും എതിർപക്ഷത്തുമായിരുന്നു. പ്രത്യേകിച്ച് സിറിയൻ സിവിൽ യുദ്ധം നടക്കുന്ന സമയം ഇരു രാജ്യങ്ങളും എതിർപക്ഷങ്ങളിലാണ് നിലയുറപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സമയത്തും സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളിൽ രണ്ടു കൂട്ടരും പരസ്പരം സഹകരിച്ചാണ് നിൽക്കുന്നത്. തുർക്കി ഇറാനിൽ നിന്ന് പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുമ്പോൾ ഊർജ വാണിജ്യ രംഗങ്ങളിലാണ് ഇറാന്റെ പങ്ക്. ഇങ്ങനെ ചരിത്രപരമായി ഒരേ സമയം എതിരാളികളായും പങ്കാളികളായും നിൽക്കുന്ന ഇറാനും തുർക്കിയും ഇപ്പോഴത്തെ സംഘർഷത്തിൽ എന്തു നിലപാടെടുക്കുമെന്നത് ചിന്തനീയമാണ്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ തുർക്കി വഹിക്കുന്നുമുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള ആണവ ചർച്ചകളിൽ മധ്യസ്ഥന്റെ റോളിൽ തുർക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ സമാധാന ചർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളെയും ഒരുക്കുന്നതിനും മുൻകൈയെടുത്ത് തുർക്കി ഓടി നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു പക്ഷത്തും ചേരാൻ തുർക്കി ശ്രമിച്ചിട്ടുമില്ല. നിഷ്പക്ഷമായി നിന്ന് അമേരിക്കയ്ക്കും ഇറാനുമിടയിലെ സംഘർഷം അവസാനിപ്പിക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത്.